കെ.ടി. ജലീൽ എം.എൽ.എ. വയനാട്ടിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ടൗൺഷിപ്പ് സന്ദർശിച്ചു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെയും കേരളത്തിലെ ഇടത് സർക്കാരിൻ്റെയും സമീപനത്തിലെ വ്യത്യാസം ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരിടത്ത് ജനങ്ങളുടെ വീടുകൾ ഇടിച്ചു പൊളിക്കുമ്പോൾ കേരളത്തിൽ എല്ലാം നഷ്ടമായവർക്ക് വീട് വെച്ച് സർക്കാർ നൽകുന്നുവെന്ന് കെ.ടി. ജലീൽ പറഞ്ഞു. എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ 200ഓളം വീടുകളുടെ പണി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 200ഓളം വീടുകളുടെ വാർപ്പ് കഴിഞ്ഞു. 300-ലധികം വീടുകളാണ് ഇവിടെ പണിയുന്നത്. 5 സോണുകളിലായിട്ടാണ് പണിയുന്നത്. വീടുകളുടെ നിർമ്മാണമൊക്കെ 1500 തൊഴിലാളികൾ രാപ്പകൽ ഭേദമന്യേ പണിയെടുത്തിട്ടാണ് പുരോഗമിക്കുന്നത്. കോൺഗ്രസ്സുകാർ 100 വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ഇന്നലെ തുടങ്ങും, ഫൗണ്ടേഷൻ സ്റ്റോൺ ഇന്നലെ ഇടും എന്ന് പറഞ്ഞതാണ്. അവർ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം ഏതാണ്? ആ സ്ഥലം പോലും അവർക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എവിടെ വീട്? ആളുകളുടെ അടുത്ത് നിന്ന് പണം പിരിച്ചിട്ട് അത് മുഴുവൻ മുക്കുന്ന ഇവരെ കുറിച്ച് എന്താ പറയുക? ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം അവർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അവർ ഏതെങ്കിലും മനുഷ്യന്മാർക്ക് സംഘടിതമായിട്ടുള്ളൊരു ഉപകാരം ചെയ്തതായിട്ട് നമുക്ക് ആർക്കെങ്കിലും അറിയൂ?